യാഹ്യ സിൻവറിനെ സംബന്ധിച്ച് ഇപ്പോൾ അയാൾ നേരിടുന്ന മാനസിക സംഘർഷവും പ്രതിസന്ധിയും വളരെ വലുതാണ്. കാരണം അയാളുടെ തന്നെ സംഘടനയുടെ പരമോന്നത നേതാവായിരുന്ന ഇസ്മായിൽ ഹനിയ ഖത്തറിൽ സുഖമായി കഴിയുകയായിരുന്നു. ഇയാൾ അവിടെ നിന്ന് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ അവിടുത്തെ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയപ്പോഴാണ് 3 ലെയർ സുരക്ഷാ സംവിധാനമുള്ള അവിടുത്തെ സൈന്യത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ബോംബ് പൊട്ടി കൊല്ലപ്പെടുന്നത്. അതുപോലെ ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടിരിക്കുന്നു. അവരുടെ പല നേതാക്കൾ ഇതിനോടകം കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഹസൻ നസറുള്ള പിൻഗാമി പോലും കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഇനി അവശേഷിക്കുന്ന ഒരേ ഒരാൾ താൻ മാത്രമാണ് എന്ന ഭീതി ഇയാളെ തീർച്ചയായും പിടികൂടിയിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കാം യാഹ്യ സിൻവർ ഇപ്പോൾ യാതൊരു തരത്തിലുമുള്ള പുറം ലോകവുമായി ബന്ധമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നത്. ഇയാൾക്ക് ഒരിക്കലും ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ആരുമായി ബന്ധപ്പെടാൻ കഴിയുകയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇസ്രായേൽ ആ സെക്കൻഡ് മണത്തറിയുമെന്നും തന്നെ വധിക്കുമെന്നും നന്നായിട്ട് അറിയാം. ഏതായാലും തന്റെ പ്രധാനപ്പെട്ട സഹപ്രവർത്തകരൊക്കെ കൊല്ലപ്പെട്ട സ്ഥിതിക്ക് ഏത് നിമിഷവും മരണം തന്നെ തേടിയെടുത്ത ഇസ്രായേൽ സൈന്യം തന്നെ പിടികൂടും എന്ന് ഇയാൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇയാൾ ഒത്തുതീർപ്പ് ചർച്ചകൾക്കൊന്നും തന്നെ തയ്യാറാകാത്തത്.